എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ആ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴുണ്ടെങ്കിൽ നേടിയെടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് വെറുതെ ഇങ്ങനെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിയിട്ട് കാര്യമില്ല. മാഡം ഒന്നും പറയുന്നത് പോലെ അങ്ങനെയുള്ളതൊക്കെ അതിമോഹമാണ്. കാരണം കോൺഗ്രസിന് ഇടതുപക്ഷത്തിൽ നിന്ന് ഈ അധികാരം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകണം. നേതാക്കളെല്ലാം രണ്ട് വഴിക്കാണ്. രമേശ് ചെന്നിത്തല തെക്കോട്ട് പോയാൽ വി ഡി സതീശൻ വടക്കോട്ട് പോകും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നൊരു വിഷയം അവിടെ നേരിടുന്നുണ്ട്. UDF ഇപ്പോൾ ഇനി മുന്നണി വിപുലീകരണം അടക്കം ഇനി അങ്ങോട്ട് ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ, അതുപോലെ തന്നെ RJD ശ്രേയാംസ് കുമാറൊക്കെ എങ്ങനെയെങ്കിലും വിളിച്ച് തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് എം, RJD ഇവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണം, അതൊക്കെയാണ് പ്രായോഗികമായി UDF ചെയ്യേണ്ടത്. അതായത് ലീഗ് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയം, ആ സമയം ഇപ്പോൾ ആയിരിക്കുകയാണ്. ആൻഡ്രസ് സർ പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു റൈറ്റ് പിക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കണ്ണൂരിലെ മുൻ DCC പ്രസിഡന്റും MLA യുമായിട്ടുള്ള സണ്ണി ജോസഫിനെ ക്രൈസ്തവ പ്രാതിനിധ്യം വെച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ KPCC അധ്യക്ഷനാക്കണം എന്ന ഒരു ആവശ്യം സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം തന്നെ പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്.